ഫ്രാൻസിന്റെ സാധ്യത 11 എങ്ങനെയായിരിക്കും? ഒരു 2 ടീമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു കിടിലൻ നിര തന്നെയാണ് ഫ്രാൻസിന്റെ സ്ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ അവരെ ഒരു 11 പേരെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. ആരേക്ക് ഇറക്കും എന്നത് വലിയ ചോദ്യമാണ്. ആദ്യ മത്സരത്തിൽ നിന്നും രണ്ടാം മത്സരത്തിലൊക്കെ തന്നെ നിരവധി മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഫ്രണ്ട് 3-ലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് ഇറങ്ങിയത്. അത് ഇങ്ങനെയാണ്. ഇന്നത്തെ ഒരു സാധ്യത 11 നമുക്ക് നോക്കുകയാണെങ്കിൽ മൈക്ക് മൈനൻ ആയിരിക്കും അവരുടെ ഗോൾ മുഖത്ത് ഉണ്ടാവുക, അവരുടെ വിശ്വസ്തനായ ഗോൾ കീപ്പർ, 1-ാം നമ്പർ ഗോൾ കീപ്പർ. ഇനി പ്രതിരോധത്തിലേക്ക് പോവുകയാണെങ്കിൽ യൂൾസ് കൂണ്ടെ, ഉപമക്കാനോ, വില്യം സലിബ, ഒപ്പം തന്നെ തിയോ ഹെർണാണ്ടസ്, ഇതായിരിക്കും അവരുടെ ബാക്ക് 4 എന്ന് പറയുന്നത്. ഈ ലോകകപ്പിലെ ഒരു സമീപകാലത്തെ ക്ലബ് ഫുട്ബോളിലൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മികച്ച ബാക്ക് 4 എന്ന് തന്നെ വേണമെങ്കിൽ ഫ്രാൻസിന്റെ ബാക്ക് 4-നെ നമുക്ക് വിളിക്കാം. മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഒറേലിയൻ ചൗമേനിയും ഒപ്പം തന്നെ റാബിയോയും ഉണ്ടാവുക. ഈ 2 താരങ്ങളുടെയൊക്കെ പ്രകടനം ഈ കഴിഞ്ഞ സീസണിൽ അത്ര മികച്ചതായിരുന്നില്ല എന്ന് പറയുമെങ്കിൽ പോലും അവരുടെ ദേശീയ ടീമിലേക്ക് വരുമ്പോൾ വമ്പൻ പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവരുടെ ഇനി അതിന് തൊട്ട് മുന്നേറ്റുള്ള നിരകളിലാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഫ്രാൻസിനെ ഏറ്റവും അപകടകാരികളാക്കി മാറ്റുന്നത്. റൈറ്റ് വിങ്ങിൽ മറ്റാരുമല്ല, ലോക ഫുട്ബോളർ, ബലന്തോർ വിന്നർ ഉസ്മാൻ ഡെംബേലെ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 19 മത്സരങ്ങളിൽ ഒന്നും ഗോളടിക്കാൻ പറ്റാതെയിരുന്നു. പക്ഷേ ലോകകപ്പിലേക്ക് വന്നപ്പോൾ തുടർച്ചയായ 2 മത്സരങ്ങളിൽ ഇപ്പോൾ 4 ഗോളടിച്ച മെസ്സിക്കും എംബാപ്പയ്ക്കും ഒക്കെ തന്നെ വലിയ ഭീഷണിയായി. താൻ എന്തുകൊണ്ട് ലോക ഫുട്ബോളർ എന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഉസ്മാൻ ഡെംബേലെ നടത്തുന്നത്. ഈ സെൻറ്ററിൽ ഇനി മൈക്കൽ ഒലീസിയാണ്. ഈ താരത്തെയാണ് ഈ ലോകകപ്പിൻ്റെ താരമെന്ന് നമുക്ക് ഇതുവരെയുള്ള പ്രകടനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നേരത്തെ സിദ്ധാനും സീക്കോയും ഒക്കെ തന്നെ അലങ്കരിച്ചിരുന്ന ആ മധ്യനിര, ഇല്ലെങ്കിൽ അവിടെ നിന്ന് കളിമിനയുന്ന ആ ദൗത്യം ഇപ്പോൾ മൈക്കൽ ഒലീസിയാണ്. ബയൺ മ്യൂണിക്കിലെ മിന്നും പ്രകടനത്തിന് ശേഷം ഇപ്പോൾ ദേശീയ കുപ്പായത്തിലും വമ്പൻ പ്രകടനമാണ് മൈക്കൽ ഒലീസി കാഴ്ചവെക്കുന്നത്. ഇനി അടുത്ത ഫ്ലാങ്കിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഡിസൈർ ഡ്യൂവോ ഉണ്ട്. ഡിസൈർ ഡ്യൂവോയും അദ്ദേഹത്തിൻ്റെ ആ ചോരത്തിളപ്പ്, പ്രായത്തിൻ്റെ ചോരത്തിളപ്പ് മുഴുവൻ കളത്തിൽ കാണിക്കുന്ന ആ യുവാവേശം കാണിക്കുന്ന താരം ഡിസൈർ ഡ്യൂവോയും ഇനിയും കൂടുതൽ ഗോളുകൾ നേടി വലിയ രീതിയിൽ സ്വീഡനെ ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. ഇനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം, മുന്നേറ്റത്തിൽ അവരുടെ നായകൻ കിലിയൻ എംബാപ്പെ, ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് എതിരാളികളെ വരിഞ്ഞു മുറുക്കി, ഇല്ലെങ്കിൽ അവരെ വെട്ടിവീഴ്ത്തുന്ന കിലിയൻ എംബാപ്പെ, ഇതിനോടകം തന്നെ 4 ഗോളടിച്ച എക്കാലത്തെയും മികച്ച ലോകകപ്പ് താരങ്ങളിൽ ഇടം പിടിച്ചു മാറിയ കിലിയൻ എംബാപ്പയിൽ നിന്ന് ഇന്നും ഗോളുകൾ പ്രതീക്ഷിക്കാം. ലിയോണൽ മെസ്സിക്ക് പിന്നിലായി 4 ഗോളുമായി 2-ാം സ്ഥാനത്താണ് ഉസ്മാൻ ഡെംബേലയും കിലിയൻ എംബാപ്പയും ഉള്ളത്. പക്ഷേ മെസ്സിക്ക് ഏറ്റവും വലിയ ഭീഷണി കിലിയൻ എംബാപ്പെ തന്നെയാണ്. എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ്റെ കാര്യത്തിലാകട്ടെ, ഇത്തവണത്തെ ലോകകപ്പിലെ കാര്യത്തിലാകട്ടെ, കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ നമ്മൾ കണ്ടതാണ് എംബാപ്പയുടെ ഹാട്രിക് മികവ്. ഈ ലോകകപ്പിലും അതേ മികവ് തുടരുന്ന എംബാപ്പയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും എംബാപ്പെ ഈ മത്സരത്തിലും ഗോൾ അടിച്ചു കൂട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതാണ് ഫ്രാൻസിൻ്റെ സാധ്യത 11. ഈ 11 ഇത് മാത്രമല്ല, അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് നോക്കുമ്പോൾ ഒരു മികച്ച ടീമിനെ കൂടി ഉണ്ടാക്കാനുള്ള ഒരു ബെഞ്ച് സ്ട്രെങ്ത് കൂടി അവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. അതേസമയം പരിക്കിൻ്റെ പിടിയിലുള്ള കാൻറ്റയും തുറാമും ഇന്നും കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുകൂടി അറിയിക്കട്ടെ. കാൻറ്റയെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലെയർ, അദ്ദേഹം കളത്തിലെത്തിയാൽ അത് വലിയ രീതിയിൽ എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.